ICU പീഡനക്കേസ് അട്ടിമറിക്കാൻ ഉന്നതതല നീക്കമെന്ന അതിജീവിത. കമ്മീഷണർക്കെതിരെ പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും അതിജീവിത പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കാത്ത കാര്യം അന്വേഷിക്കാനെത്തിയ ICU പീഡനക്കേസ് അതിജീവിതയെ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ തടഞ്ഞ പോലീസ് നടപടിയും പ്രതിഷേധത്തിനിടയാക്കി. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചില്ലെങ്കിൽ സമരരംഗത്ത് ഇറങ്ങുമെന്നും അവർ പ്രഖ്യാപിച്ചു. അതിജീവിതയ്ക്ക് നല്ല സംരക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീമ്പളക്കി പറയുന്നത് എന്ത് സംരക്ഷണം? ഇങ്ങനെ പൊതുജനങ്ങൾക്ക് മുന്നിൽ എന്നെ കാഴ്ചവസ്തു ആക്കുന്നതാണോ? ഞാൻ ഒരു പരാതി കൊടുക്കാൻ വന്നാണ്, അല്ല കമ്മീഷണർ എടുത്ത് വേറെ എന്തെങ്കിലും നടപടിക്കാം, അല്ലെങ്കിൽ സമരത്തിനൊന്നും വന്നതല്ല. അപ്പം എന്നെ എത്രയും ഇങ്ങനെ പുറത്തു നിർത്തി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അപമാനിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നായാലും ഇത് വലിയ മോശമായിപ്പോയി. മുകളിൽ നിന്നുള്ള ഇതുണ്ട്, ഇന്നെ കടത്തിവിടാൻ പാടില്ല, അവരുടെ പെർമിഷൻ ഉണ്ടായാലേ കടത്തിവിടാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത ഡോക്ടർ KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കാത്ത കാര്യം ചൂണ്ടിക്കാട്ടാനായി കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിയത്. മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കയിലടക്കമുള്ളവരും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ അതിജീവിതയെ അകത്തേക്ക് കടത്തിവിടാനാവില്ലെന്ന് പോലീസ് നിലപാട് സ്വീകരിച്ചു. അത് പ്രതിഷേധത്തിനിടയാക്കുകയായിരുന്നു. അതിജീവിത ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് പോലീസ് അവരെ കടത്തിവിടാൻ തയ്യാറായത്. തനിക്ക് നീതി ലഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി പുറത്തു പറയുമ്പോഴും പോലീസ് തന്നെ തടയുന്ന സ്ഥിതിയാണുള്ളതെന്ന് പിന്നീട് കമ്മീഷനെ കണ്ട് തിരിച്ചെത്തിയ അതിജീവിത പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇതിനെ നിയമപരമായും സമരരംഗത്തിറങ്ങിയും നേരിടാനാണ് തീരുമാനമെന്നും അതിജീവിത വ്യക്തമാക്കി. 2 ദിവസം വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ സമാധാനമായിട്ട് ഒരു സമരം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഒരിക്കലും ഇതുവരെ ഞാൻ ക്ഷമിച്ചു. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. നീതി ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ നീതി തരില്ലേ. അവര് നീതി തരാനുള്ള ഒരുപാട് അവസരങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവരെ എല്ലാം കൊണ്ട് എന്നെ അവഗണിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും പരസ്യമായിട്ട് ഒരു സമരം തന്നെ. ഡോക്ടർ KV പ്രീതിക്കെതിരെ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് തേടി 2023 ജൂലൈയിലാണ് അതിജീവിത വിവരാവകാശ കമ്മീഷണറെ സമീപിച്ചിരുന്നത്. മാസങ്ങൾ പിന്നിട്ടിട്ടും അതിൽ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതോടെയാണ് അതിജീവിത വീണ്ടും പോലീസ് കമ്മീഷണറെ കാണാനെത്തിയത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.